So, guys, hello guys, welcome back to my channel. Please subscribe. First പിന്നെ ബെല്ലൈക്കൺ ബട്ടൺ അതൊക്കെ അടിച്ചു പൊട്ടിക്കണം. പിന്നെ ഇത് പ്രത്യേകിച്ച് അമ്മുചേച്ചിയുടെ ചാനലായതുകൊണ്ട് എല്ലാവരും നേരത്തെ അടിച്ചു പൊട്ടിക്കും. ഇത് പബ്ലിക് അല്ല, പ്രൈവറ്റ് മാത്രം. അത് ഒന്നിൻ്റെ എന്നെ അമ്മുചേച്ചിയുടെ ഗാലറി മാത്രം കാണും, വേറെ ആരെങ്കിലും കാണാൻ പറ്റില്ല. നമ്മളിവിടെ ഇലവീഴ പുഞ്ചിറയിലാണ് നിൽക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ECTC അരുണി വ്ളോഗ്സ്. ഇന്ന് ഞാനുള്ളത് ഇലവീഴ പൂഞ്ചിറയിലാണ്. അത് അറിഞ്ഞൂടാ, അത് കണ്ടിട്ട് ഞാൻ വ്ളോഗിൽ പറയുന്നത്. ഞാനും ഇത് എൻ്റെ നെയ്ബേഴ്സാണ്, ഫ്രൂട്ടിയും സ്വീറ്റിയും, ജാൻവിയും ജാൻസി. സോ ആ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എൻ്റെ മാതാശ്രീ. ഇലവീഴ പൂഞ്ചിറ സിനിമ കണ്ടവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. ഇവിടെ മരങ്ങളൊന്നുമില്ല, ഇല വീഴാത്ത സ്ഥലം, അതാണ് ഇലവീഴ. ഇലവീഴ പൂഞ്ചിറ. അങ്ങനെ ഞങ്ങളിങ്ങനെ അടിച്ച് പൊളിച്ച് പോവുകയാണ് ഗൈസ്. കോട്ടയം ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത്. ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തിയിലാണ് ആക്ച്വലി ഇത് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ജില്ലയിലെ ഒരു പ്രധാനമായ ഹിൽ സ്റ്റേഷൻ തന്നെയാണിത്. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇങ്ങനെ സൈഡിൽ കാണാം അന്യവാഹനങ്ങളൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്, പിന്നെ വേസ്റ്റ് ഒന്നും ഇവിടെ വലിച്ചെറിയരുത് എന്നൊക്കെയുള്ള ബോർഡ്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. ഫുൾ ഓഫ് റോഡാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദൂരം ഇവിടെ ജീപ്പ് സർവീസ് അവൈലബിൾ ആണ്, അവർ നമ്മളെ കൊണ്ടുപോകും. പക്ഷേ അങ്ങ് ടോപ്പ് വരെ ഒന്നും കൊണ്ടുപോയില്ല. ഒരു ഏരിയ കഴിഞ്ഞാൽ നമ്മൾ തന്നെ നടന്നു പോകണം. 500 റുപ്പീസ് എന്തോ ആണ് ജീപ്പിൽ റേറ്റ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ല, നടക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ നടന്ന് കാഴ്ചകളെല്ലാം കണ്ടു തന്നെ പോകണം. ഇവിടെ വിശ്രമിച്ച് പോവുകയാണ്. ഞങ്ങൾ പോയി ഈ ഒരു സമയത്ത് അവിടെ വെയിലാണ് എങ്കിലും നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ ടയർഡൊന്നും ആയില്ലാരും. ഇതാണ് ഞാൻ പറഞ്ഞ ജീപ്പ് സർവീസ് ഗൈസ്. ഇതുപോലെ ഒത്തിരി ജീപ്പുകൾ ഇവിടെ ഉണ്ട്. ജീപ്പ് സർവീസ് ആശ്രയിച്ച് പോകുന്ന ആൾക്കാരും ഉണ്ട്, പക്ഷേ അതിൽ കൂടുതലും നടന്നു പോകുന്ന ആൾക്കാരാണ് ഉള്ളത്. നടന്നു പോയി ഈ കാഴ്ച കാണാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ്. മഴയുള്ള ടൈമിലാണെങ്കിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് കാണും, ചിലപ്പോൾ അവിടെ ആളെ കടത്തി വിടില്ല. അപ്പോൾ ഒരു സെപ്റ്റംബർ ടു ഫെബ്രുവരി വരെയാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൈം എന്ന് പറയുന്നത്. ഇവിടെ വരെ നമ്മുടെ ജീപ്പായാലും അലൗഡ് ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് സ്ട്രിക്ട്ലി എല്ലാ വെഹിക്കിൾസും പ്രൊഹിബിറ്റഡ് ആണ്, അങ്ങോട്ട് കടത്തി വിടില്ല. ആക്ച്വലി നമ്മുടെ ഇലവീഴ പൂഞ്ചിറയുടെ ഭംഗി നമുക്ക് കണ്ടു തുടങ്ങാൻ പറ്റുന്ന ഒരു പോയിന്റും അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഏരിയ കടന്ന് പിന്നെ അങ്ങോട്ട് ഓരോ സ്പോട്ടിലും നിന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. അത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങളും പറ്റുമ്പോൾ തീർച്ചയായും വരണം. എസ്പെഷ്യലി ഇങ്ങനെ മലയും കുന്നും ഒക്കെ വലിഞ്ഞു കയറാനുള്ള മൈൻഡ് വേണം, ഇല്ലെങ്കിൽ ബോറിംഗ് ആയി തോന്നിയേക്കാം. അങ്ങനെ ഞങ്ങൾ നടന്ന് ലാസ്റ്റ് അതിൻ്റെ ടോപ്പിലെത്തി. ഇവിടെ പുതിയതായിട്ട് നിർമ്മിച്ച പോലീസിൻ്റെ ഒരു വയർലെസ് സ്റ്റേഷൻ കാണാം. ഇവിടെ എപ്പോഴും 2 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരിക്കും. ഞാൻ സത്യത്തിൽ ഈ സ്ഥലത്തെ പറ്റി അറിയുന്നത് ഇലവീഴ പൂഞ്ചിറ മൂവി കണ്ടതിന് ശേഷമാണ് കേട്ടോ. ആ സിനിമ കാണാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് കാണണം. ഒരു ക്രൈം ത്രില്ലറാണ്, നല്ല അടിപൊളി മൂവിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട മൂവിയാണ്. ആമസോൺ പ്രൈമിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ ഈ മൂവി നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ കാണിക്കാൻ പോകുന്ന ഈ പ്ലേസ് ഈ മൂവി കണ്ടവർക്ക് എല്ലാവർക്കും ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ മൂവിയുടെ തന്നെ പ്രധാനപ്പെട്ട സീക്വൻസുകളെല്ലാം സംഭവിക്കുന്ന ഒരു പ്ലേസ് കൂടിയാണിത്. അവിടെ നല്ല ആളായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് അവിടെ തന്നെയുള്ള പഴയ പോലീസ് വയർലെസ് സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ സിനിമയ്ക്ക് വേണ്ടി ഇട്ട സെറ്റും ആവാം. ഏതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അവിടുന്ന് പിന്നെ നടന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് നല്ല അടിപൊളി ഒരു വ്യൂ കാണാം. അത് ആക്ച്വലി ഞാൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നല്ല അടിപൊളി വ്യൂ തന്നെയാണ്. ഒരു നടുക്കൂടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ചെറിയൊരു റിവർ ഇങ്ങനെ പോകുന്ന ഒരു സെറ്റപ്പ്, ഒരു ഫീലിംഗ് ആണ് അത് കാണുമ്പോൾ ഉണ്ടാവുന്നത്. ആ കാണിച്ച വയർലെസ് സ്റ്റേഷൻ്റെ അകത്ത ഒരു കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ട് ഞങ്ങൾക്കിനി ഇല്ലിക്കൽ കല്ലും അതുപോലെ തന്നെ വാഗമണൊക്കെ പോകാനുണ്ട്. ആ കാണുന്ന ചിറയാണ് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത്. ഇതിന് ഭയങ്കരമായിട്ടുള്ള ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. മഹാഭാരതത്തിലെ കഥയുമായിട്ടൊക്കെ ഇതിനെന്തോ ബന്ധം ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഗൂഗിളിൽ നോക്കുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയാം. ഞാൻ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞ് എന്തായാലും കുളമാക്കുന്നില്ല. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇല്ലിക്കൽ കല്ല് കാണാനായിട്ടാണ് പോയത്. ഇതിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് ഇല്ലിക്കൽ കല്ലും വരുന്നത്. ഇവിടെ ആയാലും നമ്മൾ ആദ്യം കണ്ട സ്ഥലത്തായാലും ഇടിമിന്നൽ സാധ്യത മേഖല എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വലിയ മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു വാർണിംഗ് ബോർഡ് വെച്ചിരിക്കുന്നത്.
പിന്നെ ടിക്കറ്റ് കൗണ്ടറിന് സമീപം നമ്മൾ വാഹനം പാർക്ക് ചെയ്ത ശേഷം പാസ് എടുക്കണം. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മുകളിലേക്ക് നടന്നാൽ മാത്രമേ ഇല്ലിക്കൽ കല്ല് എത്തൂ. അപ്പോൾ നമുക്ക് നടക്കുന്ന പോസിബിൾ അല്ല. നടന്ന് വരുന്നവർ കുറച്ച് പേരെ ഇവിടെ ഞാൻ കണ്ടു. പക്ഷേ എല്ലാവരും ജീപ്പിൽ തന്നെയാണ് പോകുന്നത്. ജീപ്പിൽ വലിയ റേറ്റ് ഒന്നുമില്ല, 10-40 രൂപയ്ക്കകത്തേ ഉള്ളൂ. ജീപ്പിലാണ് നമ്മൾ ബാക്കി യാത്ര ചെയ്യാനുള്ളത്. ഓഫ് റോഡൊന്നും അല്ല, അത്യാവശ്യം നല്ല ടാറിട്ട റോഡ് തന്നെയാണ്. ഈ ജീപ്പിൽ പോകുന്ന ഈ ഒരു യാത്രയും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ജീപ്പിൻ്റെ ഫ്രണ്ടിലിരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കാരണം നമുക്ക് ദൂരെ നിന്ന് ഇല്ലിക്കൽ കല്ലിങ്ങനെ അതിൻ്റെ ഒരു വ്യൂ ഇങ്ങനെ കണ്ടുവരാം. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയപ്പം ജീപ്പിൻ്റെ ബാക്കിലാണ് ഇരുന്നത്, പക്ഷേ തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ജീപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഇരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ വ്യൂ ഒക്കെ കണ്ടുവരാനും നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റായിട്ട് ഇതുപോലെ ജീപ്പിൽ പോയത് മറയൂർ വെച്ചിട്ടാണ്. അതിൻ്റെ വ്ളോഗ് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അത് ഞങ്ങൾ കോളേജിൽ നിന്ന് എല്ലാവരും കൂടെ ടൂർ പോയപ്പോൾ ഇതുപോലെ ജീപ്പിലിരുന്നാണ് പോയത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ജീപ്പിൽ കയറിയപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ആ മെമ്മറിയാണ് പോയത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 കിലോമീറ്ററോളം നമുക്ക് ജീപ്പിൽ ഇങ്ങനെ യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഈ ജീപ്പ് കൊണ്ട് നിർത്തുക ഇവിടെ ആയിരിക്കും. ഇവിടെ നിന്ന് പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്ന് വേണം ഇല്ലിക്കൽ കല്ലിലേക്ക് പോകാൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ കടകളൊക്കെ കാണാം. നിങ്ങൾക്ക് വിശക്കോ ദാഹിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇവിടെ നമുക്കുള്ള റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതെല്ലാം സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. നമ്മൾ അവിടെ എന്തെങ്കിലും ചവറാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫൈൻ ഈടാക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന വാട്ടർ, അതായത് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ നമ്മൾ അഡീഷണൽ പൈസ കൊടുത്താണ് മേടിക്കാനുള്ളത്. അത് നമ്മൾ തിരിച്ച് ഈ കുപ്പി കൊണ്ടുവന്ന് ഏൽപ്പിക്കുമ്പോൾ ആ പൈസ അവർ നമുക്ക് തിരിച്ചു തരുന്നതായിരിക്കും. ഇനി കുറച്ച് അങ്ങോട്ട് അധികം നടക്കാനുണ്ട്. ആ ദൂരെ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. അപ്പോൾ എൻ്റെ കൂടെ വന്ന സ്വീറ്റി ഏകദേശം ടയേർഡായി എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ വരണോ? ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു എൻജോയ്മെൻ്റ് അല്ലേ, വാ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങളെല്ലാവരും പോയി എൻജോയ് ചെയ്തോളൂ, ഞാൻ ഈ മരത്തിൻ്റെ മുട്ടിൽ നിന്ന് സ്വന്തമായിട്ട് എൻജോയ് ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത് കണ്ടപ്പോൾ ഞാനും ഒന്ന് ആലോചിച്ചു, പോകണോ, റിസ്ക് എടുക്കണോ എന്നുള്ളത്. ഒരു ഭയാനകമായ റെയിൽവേ ട്രാക്ക് കിടങ്ങി ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ് മുകളിലോട്ട്. ഇനി സ്റ്റെപ്പ് കയറാൻ പറ്റാത്തവർക്കാണെങ്കിൽ പിടിച്ച് കയറാൻ മുകളിലേക്ക് സെപ്പറേറ്റ് വഴിയുണ്ട്. എന്തായാലും ഇതിൻ്റെ ടോപ്പിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഇല്ലിക്കൽ കല്ലിൻ്റെ ഏറ്റവും മെയിൻ ആ ഒരു പോയിൻ്റ് നേരെ കാണാം എന്നാണ് പറയുന്നത്. സത്യം പറയാലോ ഗൈസ്, ഞാൻ ആ സാഹസത്തിന് മുതിർന്നില്ല. പകരം ഫ്രൂട്ടി പറഞ്ഞു വിട്ടു. അവളാണ് ഈ ബാക്കിയുള്ള വിഷ്വൽസ് എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നത്. എനിക്ക് ഇത്രയും കയറാൻ വയ്യ ഗൈസ്. എനിക്കത് കണ്ടപ്പോഴേ എൻ്റെ തല കറങ്ങി. അതിൻ്റെ മുകളിലുള്ള എക്സ്പീരിയൻസ് ഞാൻ ഇറങ്ങിയിട്ട് അവളെടുത്ത് ചോദിക്കുകയുണ്ടായി. പിന്നെ ഞങ്ങൾ താഴെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തത്. ഇതാണ് ഏറ്റവും ടോപ്പിൽ നിന്ന് കാണുന്നത്. നമ്മൾ താഴെ നിന്ന് കാണുന്നത് തന്നെയാണ് മുകളിൽ ചെയ്താലും കാണുന്നത്. കുറച്ചുകൂടെ അടുത്ത് കാണാം എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ മുകളിൽ പോയി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഇത്രയും നടന്നപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങ് ടയേർഡായി. അപ്പോൾ താഴെ ഇറങ്ങി ഒരു കട കണ്ടു. അവിടെ ഉപ്പിലിട്ട പൈനാപ്പിൾ കണ്ടു. അത് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊതിയായി. അങ്ങനെ ഞങ്ങളത് കഴിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ തിരിച്ച് ബാക്ക് ടു ടോപ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ ഒരു 12 മണി 12:30 ആയി. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ വിശന്നു. ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിക്കാനുള്ള കട തപ്പി നടന്നു. ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങിയിട്ട് ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ നെക്സ്റ്റ് വാഗമണിലേക്കാണ് പോയത്. വാഗമൺ ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വാഗമണിൽ ആദ്യം ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റ് ഉണ്ടല്ലോ, അത് അവിടെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ ജസ്റ്റ് പോയതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടിട്ട് വരിക. അവിടെ നമുക്ക് പൈൻ ഫോറസ്റ്റിലേക്ക് പോകുമ്പോൾ സൈഡിൽ കാണുന്ന ഷോപ്പ് തന്നെയാണിത്. ഇതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെയൊക്കെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു. അവിടെയൊക്കെ ഓടി കളിച്ചു. ഞാൻ കൂടുതൽ നിന്നില്ല. അവരാണ് മാക്സിമം അവിടെ എൻജോയ് ചെയ്തത്. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ വാഗമണിൽ എന്ന് വന്നാലും തിരക്കാണ്. അന്ന് രാവിലെ വന്നപ്പോൾ അന്നും തിരക്ക്, ഇന്ന് വൈകിട്ട് വന്നപ്പോൾ ഇന്നും തിരക്ക്. പിന്നെ അവധി ദിവസമല്ലേ, അവർക്ക് എൻജോയ് ചെയ്യണം. ഒബ്വിയസ്ലി അവരും വരും, നമുക്കും എൻജോയ് ചെയ്യണം. അങ്ങനെ ഞങ്ങളും ജസ്റ്റ് ഇങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് കണ്ട് അടിച്ച് പൊളിക്കുവാണ്. അമ്മയും കണ്ടിട്ടില്ല വാഗമൺ, അതുകൊണ്ട് അമ്മയ്ക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വാഗമൺ കാണണം എന്ന്, പൈൻ ഫോറസ്റ്റ് കാണണം എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ ആ ടോപ്പിൽ വലിഞ്ഞ് കയറി, അവരൊക്കെ വലിഞ്ഞ് കയറി, ഞാൻ കയറാൻ നിന്നില്ല. കാരണം എനിക്ക് നാളെ ജോലിക്ക് പോകണം ഗൈസ്. ഞാൻ ഇന്ന് വലിഞ്ഞ് കയറി രാത്രി വീട്ടിലെത്തി. രാത്രിയല്ല, അതിരാവിലെ ഞാൻ വീട്ടിൽ എത്തുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് 2-3 മണിക്കൂർ ഉറങ്ങാൻ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകുന്നു. ഇങ്ങനെ എന്തോ ലോ ലെവൽ വീണ്ടും എന്തോ ഒരു കിണതാപ്പ് സാധനമായിട്ട് എത്തിയിട്ടുണ്ട്. അതെടുത്ത് എൻ്റെ ചെവിക്കകത്ത് വെക്കുകയാണ്.
അത് കഴിഞ്ഞ് പോയത് വാഗമൺ ഗാർഡൻ കാണാനായിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഗാർഡൻ ഒന്നും കാണുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഗാർഡൻ കാണാൻ. പക്ഷേ ഒരു കാര്യം, ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ഡേ ആ ഗാർഡൻ ആയിരുന്നു. അന്ന് ഞാൻ മിസ്സാക്കിയതിൽ എനിക്ക് ഒരു കുറ്റബോധവും തോന്നുന്നില്ല. കാരണം ഇവിടെ എൻജോയ് ചെയ്യാനുള്ളത് ഈ നൈറ്റ് വ്യൂ, നൈറ്റ് വൈബ് തന്നെയാണ്. നൈറ്റിൽ ഗാർഡനിലേക്കുള്ള എൻട്രി ടിക്കറ്റിന് പ്രൈസും കൂടുതലാണ് കമ്പയറിങ് ടു ഡേ. പിന്നെ ഈ വീഡിയോ ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിലും ഇത് ഞാൻ പോയിരുന്നത് ന്യൂ ഇയറിൻ്റെ 2 ദിവസം മുമ്പാണ്. അപ്പോൾ ഗാർഡൻ, ഫ്ലവർ ഗാർഡൻ മൊത്തവും ന്യൂ ഇയറിനെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ലൈറ്റിങ്ങും അതുപോലെ തന്നെ DJയും എല്ലാം ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു. പിന്നെ അവിടെയുള്ള കറക്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള മ്യൂസിക്കൊന്നും എനിക്കിതിൽ ഇടാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് അവിടെയുള്ള ആ DJയുടെ വോയിസും ഒന്നും എനിക്കിതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വാഗമണിൽ പോകുമ്പോൾ അഡ്വഞ്ചറസ് പാർക്ക്, അതുപോലെ നമ്മുടെ പൈൻ ഫോറസ്റ്റ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 6 മണിക്ക് ശേഷം ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മിക്കവർക്കും ഈ ഗാർഡനും ഫ്ലവേഴ്സും ഒക്കെ കാണുമ്പോൾ മൈൻഡിനൊക്കെ ഭയങ്കര സന്തോഷവും ഒരു പീസും ഒക്കെ ആയിരിക്കും. പക്ഷേ എനിക്കതിൽ കൂടുതലും അവിടുത്തെ ആ ലൈറ്റിങ്ങും ആ ഒരു സെറ്റപ്പും ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഞാൻ അതിശയിച്ചു പോയി. ആ ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്. നല്ലതായിരുന്നു. അല്ല, അവിടെയും ഉണ്ട്, ഒത്തിരി നടന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ അവരൊരു ടൈം ആകുമ്പം അവിടുത്തെ ലൈറ്റ് മൊത്തവും അണയ്ക്കും. കംപ്ലീറ്റ്ലി അവിടുത്തെ ലൈറ്റ് മൊത്തം അണച്ചിട്ട് പിന്നെ അവിടെ ഇങ്ങനെ മറ്റേ എന്താണ് പറയുക, വാട്ടർ ഡാൻസോ റെയിൻ ഡാൻസോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതായിരുന്നു ഏറ്റവും അടിപൊളി. ഇതിൻ്റെ ആ ഒരു DJ മിക്സ്, അവിടെ എല്ലാവരും ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡിലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ ഷൂട്ട് ചെയ്തതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അവിടുത്തെ ആ ഒരു ഇതൊക്കെ കണ്ട് തിരിച്ച് ലൈറ്റൊക്കെ ഓണാക്കി ഞങ്ങൾ അവിടെ ഞങ്ങൾ ലൈറ്റ് ഓണാക്കിയ സമയം തന്നെ ഓടി. കാരണം ആൾക്കാരെല്ലാവരും എത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ ഞങ്ങൾ കുറച്ച് സ്പോട്ടുകളെല്ലാം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഏകദേശം DJ തീരും എന്ന് ഉറപ്പുള്ളപ്പോൾ ആ ഇരുട്ടത്തിന് ഞങ്ങൾ ഇറങ്ങി ഓടി. പിന്നെ അവിടെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി അത്യാവശ്യം ഫുൾ ഫോട്ടോസ്, ഫുൾ ഏരിയ കവർ ചെയ്തു. ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ. അവിടെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. ഫ്രൂട്ടി ഓടുകയാണ്. പിന്നെ ഇതോടെ ഞങ്ങളുടെ ഈ വ്ളോഗും അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ടൊക്കെ പോയതാണ്. അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. അതാ ഇവിടെയൊക്കെ നിന്ന് കപ്പിൾസൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങളും എടുത്തു, സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇറങ്ങാൻ നേരം എനിക്ക് മനസ്സിലായത് രാവിലെ വന്നാലും വൈകിട്ട് വന്നാലും ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വാഗമണ്ണുണ്ട്. നിങ്ങൾ കറക്റ്റ് ഒരു പ്ലാനിൽ വന്നാൽ മാത്രം മതിയാവും. ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരുടെ തിരക്ക് നിങ്ങൾ കണ്ടോ? അത്രയ്ക്ക് ആളായിരുന്നു. ന്യൂ ഇയർ ആണ്, വെക്കേഷൻ തീരുന്ന ദിവസവും കൂടെയാണ്. അപ്പം ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. നല്ലൊരു അടിപൊളി ഡേ ആയിരുന്നു. ഒത്തിരി മെമ്മറീസ് ആയിട്ടാണ് വീട്ടിൽ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റ ബൈ ബൈ.